വരെ ലേസും പുതുക്കണമെങ്കിൽ താമ പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയി എടുക്കുക. അതിന് ശേഷം നേരെ ഓപ്പൺ ആക്കിയതിന് ശേഷം UA മസ്റ്റ് ആട്ട്. അതേപോലെ അക്കൗണ്ടിൽ പൈസ വേണം. ഇതേപോലെ ഫുൾ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം UA ഓപ്പൺ ആക്കുന്ന രൂപത്തിൽ നമ്മളതായിട്ട് ആ ID അടിച്ചു കൊടുക്കുക. നമ്മൾ ID നമ്പർ അടിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ UA OTP പോകും. ആ OTP കൺസിഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് നേരെ കൺസിഡർ ഔട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട രൂപത്തിൽ നമ്മൾ അടിയിലേക്ക് പോയി കേട്ടിട്ടുണ്ടെങ്കിൽ ലൈസൻസ് റിന്യൂ ഉണ്ടാവും. ആ റിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഫോട്ടോ വേണ്ടി വെച്ചാൽ നമ്മൾ UA ഫോട്ടോ ആണോ അല്ല നമ്മളെ ഇതിത്തെ ഫോട്ടോ എന്ന് ചോദിക്കും. അതുപോലെ നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണെങ്കിൽ കൊടുക്കുക. അത് ലൈസൻസ് ഫോട്ടോനാ അല്ല UA വേണമെന്ന് നോക്കി ചോദിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ 15 ദിർഹംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എടുത്ത് എത്തിട്ടാ. അപ്പോൾ ഇത്രയുള്ള പരിപാടി സാധനം സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ടൊരു 320 റുപ്യ കൊണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് സെറ്റ് ആയിട്ട് എത്രയുള്ള പരിപാടി അത് അവർ തന്നെ റിന്യൂ ചെയ്തിട്ട് ടോട്ടൽ നമുക്ക് ലൈസൻസ് എടുക്കാനുള്ള എമൗണ്ട് വരുന്നത് 420 ദിർഹംസും പിന്നെ അതേപോലെ വിത്ത് നമ്മളെ ഡെലിവറി ചാർജ് ഒക്കെ കൂടി 430 440 കണക്ക് കൂട്ടിക്കൊള്ളട്ടെ ചങ്ങന്മാരെ. അപ്പോൾ ഇത്രയുള്ള വീട് അടുത്ത വീട്